Kerala's first BYD Seal. കിട്ടണ പകുതി ഫീച്ചർ പോലും അതിൻ്റെ അത് കിട്ടില്ല. എന്തൊക്കെയാണ് ഏറ്റവും ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള? മെയിൻ ആയിട്ട് ഞാൻ BYD വിളിച്ചു, കംപ്ലൈന്റ് ചെയ്തു, അല്ലെങ്കിൽ ഫോക്കസ് നമുക്ക് ഇടാം, ആളെ സെൻസ് ചെയ്ത് തന്നെ ചെയ്തോളൂ. BYD ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സ്, ഇലക്ട്രിക് ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സ് ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. അവരുടെ രണ്ട് മോഡൽസ് മാത്രമായിരുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള BYD E6ഉം അതുപോലെ BYD Atto 3. അതിനുശേഷം BYD ഇന്ത്യയിൽ കൊണ്ടുവന്ന സെഡാൻ മോഡലാണ് BYD Seal എന്നത്. ഒരു ഇലക്ട്രിക് കാറിന് മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ അല്ലെങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. വണ്ടിയുടെ വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ വേറൊരു മെയിൻ ഫാക്ടറാണ് എയറോ ഡൈനാമിക്സ് എന്നുള്ളത്. ഇതിൻ്റെ എയറോ ഡൈനാമിക്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എയറോ ഡൈനാമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വാഹനം. കാരണം ഇതിൻ്റെ ഓരോ ഡിസൈൻ എലമെൻസിനും അതുപോലെ അലോയ്സിലും ഓരോ കാര്യത്തിലും ഇതിൻ്റെ എയറോ ഡൈനാമിക്സ് വളരെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് BYD സീലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു റേഞ്ചും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. 650 കിലോമീറ്റർ റേഞ്ചാണ് ഈ പ്രീമിയം എന്ന വേരിയൻറ്റിന് അവർ ക്ലെയിം ചെയ്തിരിക്കുന്ന റേഞ്ച്. പിന്നെ ഇതൊരു റിവ്യൂ വീഡിയോ അല്ലാത്തത് കൊണ്ട് നമ്മൾ വണ്ടിയെപ്പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ റിവ്യൂ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് പോകാം. ഇതിൻ്റെ ലോഞ്ച് നടന്നിട്ട് ഏകദേശം 1-2 മാസമേ ആയിട്ടുള്ളൂ. അതിനുശേഷം കേരളത്തിൽ ഫസ്റ്റ് ഡെലിവറി ആയിട്ടുള്ള വണ്ടിയാണിത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. BYD Seal ആദ്യം തന്നെ എടുത്ത ഓണറോട് ചോദിക്കുക എന്തുകൊണ്ടാണ് BYD Sealലേക്ക് വരാനുള്ള കാരണം. കുറേ കാരണങ്ങൾ കാണും. ഇതിൻ്റെ ഓണർ ഒരു സ്പെഷ്യൽ ഓണർ തന്നെയാണ്, ഒരു BYD ഭ്രാന്തൻ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ചാനൽ നേരത്തെ വന്നിട്ടുണ്ട്. അധികമൊന്നും പറയുന്നില്ല, നമുക്ക് ഓണറെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓണർ ഇതാണ്, ഋതിക് ബ്രോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2 BYD സീറ്റ് നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതേ ആൾ തന്നെയാണ്. മൂന്നാമത്തെ BYD ഇരിക്കുന്നത്. BYDയുടെ ആകെ 3 മോഡൽസ് മാത്രമാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അത് 3 സ്വന്തമാക്കിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ഡെലിവറി അല്ലേ? കൺഗ്രാജുലേഷൻസ്. വണ്ടിയുടെ ഡെലിവറി ഒക്കെ കിട്ടി, കുറച്ചൊക്കെ ഒന്ന് ഓടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ചോദിക്കാം. ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാനൊക്കെ എത്തുന്നുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ചോദിക്കാം അല്ലേ? സന്തോഷത്തിലിരിക്കുക വണ്ടി കഴിഞ്ഞിട്ടില്ല വണ്ടിയുടെ. ഓൾറെഡി Atto 3യുടെയും അതിന്റെ ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ നിന്നൊക്കെ ഭയങ്കര വലിയൊരു സെഗ്മെന്റ് മാറിയിട്ടുള്ള ഒരു വണ്ടിയല്ലേ. ഓക്കെ ബ്രോ ഒന്ന് ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എങ്കിലും ബ്രോ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കോ. ഞാനൊരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആണ്. ഓക്കെ, ഇവിടെ എറണാകുളത്താണ് ഓഫീസ്, റിച്വൽസ് വെഡിങ് കമ്പനി. ഓക്കെ, അപ്പോൾ BYD Seal സ്വന്തമാക്കി. എന്തുകൊണ്ട് വീണ്ടും BYDs എടുക്കുന്നു? അത്ര ബ്രാൻഡിനോട് വിശ്വാസം ഉണ്ടായിട്ടാണോ, അതോ മറ്റു വണ്ടികളിൽ നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണോ എന്തുകൊണ്ട് Seal ബുക്ക് ചെയ്തു? രണ്ടും ഉണ്ട്. ഫസ്റ്റ് ബ്രാൻഡിനോടുള്ളൊരു എന്തൂസിയാസ്റ്റിക് എന്ന് തന്നെ പറയാം. കാരണം E6 എടുത്തപ്പോൾ മുതൽ കിട്ടിയൊരു എക്സ്പീരിയൻസും Atto 3 കിട്ടിയ എക്സ്പീരിയൻസും പിന്നെ ഡയറക്റ്റ്ലി നമ്മുടെ സീലിൽ കൊണ്ടെത്തിക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കമ്പാരിസൺ ചെയ്യാനാണെങ്കിലും Kia E6 ഈ വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. EV6 ഒരു 75 lakhs പോകുന്നുണ്ട്. ഇതിൽ കിട്ടണ പകുതി ഫീച്ചർ പോലും അതിൻ്റെ അത് കിട്ടില്ല. റേഞ്ച് ആണെങ്കിലും പവർ ആണെങ്കിലും എന്താണേലും കിട്ടില്ല. പിന്നെ ഇപ്പൊ ഏതാ, പിന്നെ ഹുണ്ടായുടെ അയോണിക് ഉണ്ട്, അതെടുത്താലും കാര്യമില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഇതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ വോൾവോ C40 അതും പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന i4 ആണ് BMWന്റെ. അത് ഇതിനേക്കാൾ ഒരു 40 lakhs പ്ലസ് വരുന്നുണ്ട്. ഇനി വന്നാൽ തന്നെ റേഞ്ച് ഇത്രയില്ല. ഇനി റേഞ്ച് എത്ര കിട്ടിയാലും ഇതിന് കിട്ടുന്ന ഫീച്ചേഴ്സിന്റെ പകുതി ഫീച്ചേഴ്സ് ഇല്ല. ADAS ഇല്ല, വയർലെസ് ചാർജിങ് ഇല്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അകത്ത് തന്നെ ഒരു ഫീച്ചേഴ്സും ആ വണ്ടിയിൽ വരുന്നില്ല. അതുകൊണ്ട് വേറെ വണ്ടികൾ നോക്കിയോ, അതോ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പിന്നെ അല്ലാതെ മീൻസ് ഇപ്പൊ ഇങ്ങനെ വീണ്ടും BYD എടുക്കുമ്പോൾ ആൾക്കാരായിരിക്കും കണ്ണും പൂട്ടി BYDയുടെ വരുന്ന വണ്ടികളെല്ലാം എടുക്കണമെന്ന ആഗ്രഹത്തിൽ എടുക്കുന്നത്? അല്ലല്ല, ഞാൻ ഫുള്ളി ഇവാലുവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷമാണ് വീണ്ടും എടുത്തിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്. എന്തായാലും എത്ര എമൗണ്ട് ആയിട്ടുണ്ട് ഇതിന് ഓൺ റോഡ്? ഒരു 51 lakhന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. ഇത് പ്രീമിയം വേരിയന്റ് ആണ്. 3 വേരിയന്റ്സ് ആണ് വരുന്നത്. ഡൈനാമിക്, പ്രീമിയം, പെർഫോമൻസ് ആയിരുന്നു ബുക്ക് ചെയ്തത്. നമ്മൾ സംസാരിച്ചപ്പോൾ പെർഫോമൻസ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് ഫസ്റ്റ് ബാച്ചിൽ വന്നിട്ടില്ല വണ്ടി. അതുകൊണ്ടാണ് പിന്നെ എടുത്തത്. പിന്നെ മടി ഒരു 2 സെക്കൻഡ് വ്യത്യാസം ഡ്രൈവിൽ തന്നെ. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഏകദേശം ഓൺ റോഡ് ഇറങ്ങി വരുമ്പോൾ 8 lakhs പ്ലസിന്റെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പോവാന്ന് ഓർത്തു. ഫസ്റ്റ് വണ്ടി എന്നായിരുന്നു എന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ഇനി ഇവരുടെ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ, യൂണൈനൊക്കെ ലോഞ്ചിങ് വരുന്നുണ്ട്. ഒത്തിരി ബുക്കിംഗ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് ഒത്തിരി ബുക്കിംഗ്സ്. അതല്ല, ഇവരുടെ അടുത്ത വണ്ടി ഇപ്പൊ അനൗൺസ് ചെയ്യും. യൂണൈനെന്ന് പറഞ്ഞത് സൂപ്പർ കാറാണ്.
ഓക്കെ. ആ ഒരു സെഗ്മെന്റിലേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ലെവൽ, അതായത് ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞ വേരിയൻസ് 3.8 സെക്കൻഡിൽ 0 to 100 പറഞ്ഞിരിക്കുന്നു. ഇതിന് 5.3 സെക്കൻഡിൽ 0 to 100 പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ട്രൈ ചെയ്തോ കിട്ടിയപ്പോ? ഇല്ല, ഞാൻ വണ്ടി ഡെലിവറി കിട്ടിയിട്ട് വന്നല്ലേ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നോ? ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയിൽ ഓടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അത്ര ആക്യുറേറ്റ് ആയിട്ട് നോക്കിയൊന്നും ഇല്ല. മറ്റേ ആറ്റോ 3ലും E6ലൊക്കെ നമ്മൾ റിവ്യൂല് പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഞാൻ അത്ര ഓടിച്ചിട്ടില്ല, പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ E6ഉം ആറ്റോ 3 നോക്കി കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു കോമ്പാക്ട് SUVയിൽ പറയാം, ഒരെണ്ണം നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളിൽ പറയാം. ഇതൊരു പ്രോപ്പർ സെഡാനാണ്. അപ്പോൾ ഇതിൽ കണ്ട ഒരു കംഫർട്ടിന്റെ വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? കുറച്ച് കിലോമീറ്റർ ഓടിച്ചുള്ള ല്ല ഞാൻ മെയിൻലി നോക്കിയത്, മെയിൻലി വണ്ടിയുടെ ലുക്കാണ് നോക്കിയത്. നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. എനിക്ക് ബിസിനസ് ചെയ്യാനാണേലും എന്തിനാണേലും ഒരു ഇൻസ്പിറേഷൻ കിട്ടണത് ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ നമ്മൾ പോയി ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു പ്രായത്തിൽ. എനിക്ക് 24 വയസ്സായിട്ടുള്ളൂ. 24ാമത്തെ വയസ്സിൽ ഇങ്ങനത്തെ ഒരു വണ്ടി സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തതിൽ പോയി നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിന്റെ ഇൻസ്പിറേഷനാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു 50 ലക്ഷം 60 ലക്ഷം 70 ലക്ഷം രൂപയൊക്കെ വണ്ടിയൊക്കെ വാങ്ങാൻ, പിന്നെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും ഉറക്കം ഒക്കെ ഇത് തന്നെ കിട്ടണത്. 24 വയസ്സായിട്ടുള്ള ബ്രോയ്ക്ക് ഇത് പറ്റുമെങ്കിൽ അതൊരു തീർച്ചയായിട്ടും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കംഫർട്ടിൻ വൈസ് നോക്കി കഴിഞ്ഞപ്പം ബ്രോ ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ, ഡ്രൈവിംഗ് സീറ്റിലൊന്നും ഇരുന്ന് കാണത്തില്ല. സസ്പെൻഷനൊക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. സീറ്റിംഗ് ആണെങ്കിലും ആ ബക്കറ്റ് സീറ്റിംഗ് സ്പോർട്സ് സീറ്റിംഗ് ഒക്കെ ഭയങ്കര കംഫർട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ ഒന്ന് റിയൽ ആയിട്ട് മോർ ദാൻ ഒരു 3000 കിലോമീറ്റർ ഓടിച്ചാലേ ഒരു റിയൽ എക്സ്പീരിയൻസ് പറയാൻ പറ്റും. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വലിയൊരു നമ്മുടെ എക്സ്പെക്ടേഷന്റെ മേളിലാണ് ഇപ്പം കിട്ടിയിരിക്കണ പോലെ ഇപ്പം ഇതുവരെ ഓടിച്ചിട്ട്. അത് ശരി, അത് ഉറപ്പാണ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പം ഇതിന്റെ പ്രൈസും ആ ഒരു പെർഫോമൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കംഫർട്ട് വൈസ് വേറെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ ഇതിന് തൊട്ട് താഴെ നിൽക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ലെക്സസ് ഉള്ള ഫ്രണ്ട്, സെയിം വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടറാണ് പുള്ളി, ആലപ്പുഴയിൽ അലക്സ് എന്ന പേര്. പുള്ളി സെയിം വണ്ടി ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ലെക്സസിൽ നിന്ന് കിട്ടുന്ന സെയിം എക്സ്പീരിയൻസ് ഇതിൻ്റെ കിട്ടി. ശരി, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞ. അപ്പോൾ എക്സാമ്പിൾ 300H ഇല്ലേ, ആ വണ്ടി സെയിം. അപ്പൊ ആ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് അറിയാലോ, അതിന്റെ ഒരു സെയിം കംഫർട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡൈമെൻഷൻ നോക്കിയാലും ആ 300H കുറച്ചുകൂടെ 50 mm വീൽ ബേസ് കൂടിയിട്ടുണ്ട് BYD സീലിന്. ക്യാമറീസ് നോക്കിയാൽ ഇതിന്റെ ലെങ്ത് അപാര ലെങ്ത് ആണ് ഇതിന് വന്നിരിക്കുന്നത്. 480 ലെങ്ത് ഡൈമെൻഷൻ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാമറി, അത്രയും ലെങ്തി ആയിട്ടുള്ള ക്യാമറി 4 സീരീസിനേക്കാളും മേളിലുണ്ട്. 5 സീരീസിന്റെ താഴെ 4 സീരീസിന്റെ മേളിലാണ് വണ്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് നോക്കിയാൽ 3 സീരീസിനെക്കാട്ടി മുകളിലാണ്. 4 സീരീസിന്റെ മുകളിലാണ്. 4 സീരീസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്തത്. ഈ 7 സീരീസും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇതിന്റെ പെർഫോമൻസ് വേരിയന്റ് ആയിട്ട്. പെർഫോമൻസ് വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. BMW M സീരീസ് 3 M സ്പോർട്ട് 3യുടെ മേളിൽ പോകണം. M340i എടുത്താൽ മാത്രമേ ഇതിന്റെ അടുത്തെങ്ങാണ്ട് വരുള്ളൂ. എന്നാലും അതിന് 4 സെക്കൻഡ് എങ്ങാണ്ടേ ഉള്ളൂ. ഈ i4 ഇല്ലേ, BMW i4, അത് നമ്മൾ ഈ 94 lakh എങ്ങാണ്ടാണ് ഓൺ റോഡ് പ്രൈസ്. അതിന്റെ സ്പീഡ് വരുന്നത് 5.9 ആണ്, 5.8 5.9 ആണ് വരുന്നത്. ആ സെയിം സ്പീഡ് കിട്ടണ വണ്ടിയാണ് ഇത്. ഇതിനപ്പം 51 lakhsന്റെ അടുത്തേ വരുന്നുള്ളൂ. BMW 94 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കിട്ടുന്ന 500 ആണ്, ഇതിന് കിട്ടുന്ന 650 ആണ്. ഇതൊരു ഇത്രയും വലിയൊരു 30-40 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നത് ബ്രാൻഡിന് മാത്രമാണ്. ഇതിന്റെ അകത്ത് തന്നെ ഫീച്ചേഴ്സ് ഇത് CBU ആയിട്ട് തന്നെ, CBU ആയിട്ട് തന്നെ, അതും CBU ആണ്. i4 CBU ആണ്, പക്ഷെ ഇത് CBU ആയിട്ട് പോലും ഈ റേറ്റിൽ കിട്ടുന്നു. ഇനി അത് മാത്രമല്ല, ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് i4 ഉള്ളവർക്കോ അല്ലെ i4 ടെസ്റ്റ് ഡ്രൈവ് ചെയ്തവർക്കോ കമ്പയർ ചെയ്തവർക്കോ ഇതിനകത്തുള്ള ഒരു ഫീച്ചർ പോലും i4 കാണിച്ചു തരാൻ പറ്റില്ല. അത്ര വ്യത്യാസമുണ്ട് i4 ആയിട്ട്. നമ്മൾ മണിയുടെ വാല്യൂ വെച്ചിട്ടൊരു കാർ പർച്ചേസ് ചെയ്യുമ്പോൾ വെർത്താണ്. അതിലൊരു ബ്രാൻഡാണ് നമ്മൾ നോക്കണമെങ്കിൽ BMW തന്നെ നോക്കാം. ഇപ്പം ഇതിന്റെ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ, വണ്ടിയുടെ ലോഞ്ചിന്റെ സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തപ്പം ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് 50 lakhs 55 lakhs ഒക്കെ പറഞ്ഞപ്പോൾ അതാണ് അഫോർഡബിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ക്വാളിറ്റി ഉള്ള വെഹിക്കിളിന്റെ വേറെ ബ്രാൻഡ് എടുക്കണമെങ്കിൽ 1 CR അടുപ്പിച്ചാവും. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര. പിന്നെ അത് മാത്രമല്ല, ഈ ബ്രാൻഡ് തരുന്ന സപ്പോർട്ട് അതെങ്ങനെയുണ്ട്? അത് മീൻസ് ഇത്ര കുറേ നാളത്തെ കസ്റ്റമർ എന്ന നിലയ്ക്ക് എനിക്ക് ഇത്രയും നാള് യാതൊരു പ്രശ്നമായിട്ട് കംപ്ലൈന്റ് വിളിച്ച് പറയേണ്ടി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പറയേണ്ടി ഇതൊരു ആവശ്യം വന്നിട്ടില്ല. ഈ വണ്ടിയുടെ ഡെലിവറിക്ക് ഈ പറഞ്ഞ പോലെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പുറത്തെ സ്റ്റേറ്റുകളിലൊക്കെ വണ്ടി ഡെലിവറി പോയി, നമ്മുടെ കേരളത്തിൽ ഡെലിവറി. പക്ഷെ ഞാൻ BYD വിളിച്ചു, കംപ്ലൈന്റ് ചെയ്തു. അവരുടെ ഫുൾ എൻറ്റയർ BYD
എൻ്റെ കൂടെ കണക്റ്റിലുണ്ടായിരുന്നു, ഡേ ടു ഡേ ആയിട്ട് ഫോളോ അപ്പ് വരുന്നുണ്ടായിരുന്നു. അവിടുന്ന് വണ്ടി കയറിയപ്പം തൊട്ട് വണ്ടി ഇവിടെ എത്തണ വരെ ട്രാക്ക് ചെയ്ത് എനിക്ക് മെയിൽ അയക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന ഉടനെ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി ഡെലിവറി കൈ തരുന്നവരെ അവർ ഫോളോ അപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. അവരെക്കാളും സപ്പോർട്ടിംഗ് ആയിട്ട് നിന്ന EVM ആണ്. BYD തൊട്ട് പുറകിലുണ്ടെങ്കിലും അതിനേക്കാളും മേളിൽ നിന്നത് സപ്പോർട്ടിങ് EVM ആയിരുന്നു. EVM സപ്പോർട്ട് ചെയ്ത് അത്രയും BYD പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല പറയാം. അത്രമാത്രം ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വണ്ടി ഡിലേ ആയപ്പം തൊട്ടാണേലും എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അടിച്ചതും ഫോളോ അപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയതും എൻ്റെ കയ്യിൽ ഇത് വണ്ടി ഏൽപ്പിക്കണം അവര് എല്ലാം കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ആയി. നമുക്ക് ഡിലേ വന്നു, ശരിയാണ്, മോർ ദാൻ 10 ഡേയ്സിന്റെ മേളിൽ ഡിലേ വന്നു വണ്ടി കിട്ടാൻ. ഫുൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞിട്ട് 10-15 ഡേയ്സിന്റെ മേളിൽ ഡിലേ വന്നു വണ്ടി കിട്ടാൻ. പക്ഷെ എന്നാൽ പോലും അവർ റെസ്പോൺസിബിൾ ആയിരുന്നു. അല്ലെങ്കിൽ ഓക്കെ അങ്ങനെയല്ല, ഈച്ച് ആൻഡ് എവറി ഡേ പ്രോപ്പർ ആൻസർ ഉണ്ടായിരുന്നു, ഈച്ച് ആൻഡ് എവറി ഡേ ഫോളോ അപ്പിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഒരു വിഷമം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് വേണ്ട. അല്ലാതെ തരാം അല്ലെ ഇതാക്കാം അങ്ങനെ പറയണല്ലോ. ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. പക്ഷെ അവർ പ്രോപ്പറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തു ടൈമിൽ. അപ്പം BYD E6ന്റെ Atto 3യുടെയും യൂസർ റിവ്യൂ കണ്ടിട്ടില്ലാത്തവരെ ഞാൻ താഴെ പിൻ ചെയ്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് എത്ര കിലോമീറ്റർ ആയിരുന്നു E6? 80,000 E6 അതൊക്കെ കഴിഞ്ഞു. Atto 3 15 കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയുണ്ട് BYDയുടെ ലോങ് ടേം റിവ്യൂ എന്നുള്ളത്. ഈ പറഞ്ഞ ടാറ്റ ആണെങ്കിലോ അല്ലെ വേറെ ബ്രാൻഡ്സ്, എല്ലാ ബ്രാൻഡ്സും ഇതാണെന്നല്ല പറയുന്നത്, പക്ഷേ ടാറ്റയിലൊക്കെ ഒത്തിരി കംപ്ലൈൻറ്റ്സ്, ബഗ്ഗുകൾ വരുന്നു, ഒത്തിരി ബഗ്ഗുണ്ട്, കുറേ കംപ്ലൈൻറ്റ്സുകൾ, ഇലക്ട്രോണിക് ഇഷ്യൂസ് ഒക്കെ കുറേ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഒക്കെ. അപ്പം BYDയിൽ അതൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം. ഓക്കെ. നമ്മൾ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നു. വളരെ സ്പേഷ്യസ് ആയ, അല്ലെങ്കിൽ വളരെ പ്രീമിയം തന്നെയായ, പേര് പോലെ തന്നെ പ്രീമിയം തന്നെയായ നമ്മുടെ സീറ്റിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ വന്നിരിക്കുന്നു. ആദ്യം തന്നെ ഈ അട്രാക്റ്റഡ് ആവുന്നത് ഈ ഒരു വലിയ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ അല്ല, ഈ ഒരു വലിയ TV-യിലാണ്. 15.6 ഇഞ്ചുള്ള ഈ ഒരു വലിയ ഡിസ്പ്ലേ ആണ്. ടിൽട്ടബിൾ ആണ്, Atto 3 പോലെ തന്നെ അല്ലേ? വാവ്. ഓക്കെ. അപ്പം ഇൻറ്റീരിയറിലെ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ, ഈ ഒരു ഫീച്ചേഴ്സ് പോലും വേറൊരു വണ്ടിയിലും അവകാശപ്പെടാനൊക്കെ ഇല്ല എന്നുള്ളത്. എന്തൊക്കെയാണ് ഏറ്റവും ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ളത്? മെയിനായിട്ട് സെയിം നമ്മുടെ Atto 3 ഉണ്ടായിരുന്ന പോലെ തന്നെ അഡാസ്. ഓക്കെ. അഡാസിൽ പക്ഷേ കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജി വന്നിട്ടുണ്ട്. സിഗ്നൽ ലൈറ്റ് സെൻസ് ചെയ്യും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ റോഡ് സ്പീഡ് സെൻസ് ചെയ്യും, റോഡ് സിഗ്നൽസ് സെൻസ് ചെയ്യും. ഓക്കെ. ഇപ്പൊ ഇതിൻ്റെ അകത്ത് സ്പീഡൊക്കെ കാണിച്ചത് 30 കിലോമീറ്റർ. ഇത് സൈൻ ബോർഡ്സ് എല്ലാം സെൻസ് ചെയ്യും, സിഗ്നൽസ് സെൻസ് ചെയ്യും. അതൊരു കുറച്ചും കൂടെ Atto 3 ഇല്ലായിരുന്ന അഡാസ് ഫീച്ചേഴ്സ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഈ എയർ വെന്റിന്റെ കാര്യം കണ്ടില്ലായിരുന്നു. നമുക്ക് എയർ വെന്റ് ഇന്റേണലി അഡ്ജസ്റ്റിംഗ് ആണ്, നമുക്ക് ചെയ്യാനല്ല. കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീച്ചർ ആയിട്ട് നമുക്ക് AC-യുടെ വീട്ടിലെ നമ്മുടെ സ്പ്ലിറ്റ് AC ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക് അതിന്റെ നമുക്കത് ഡിസ്പ്ലേയിൽ കൺട്രോൾ ചെയ്യാം, അല്ലെ മോഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. നമുക്ക് എയർ വെന്റ് ഒക്കെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അല്ലെങ്കിൽ ഫോക്കസ് നമുക്ക് ഇടാം, ആളെ സെൻസ് ചെയ്ത് തന്നെ ചെയ്തോളും. ഇത് വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ല, ഇതിന്റെ അകത്തും ഈ സംഭവം നടക്കുന്നുണ്ട്. കണ്ടോ, അതിന്റെ വെൻസ് ഓട്ടോമാറ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ, ആ ഒരു ഗ്രാഫിക്സിൽ കാണിക്കുന്ന പോലെ തന്നെ അത് നടക്കുന്നുണ്ട്. ഓക്കെ. അത് അട്രാക്റ്റഡ് ആയി. ഓക്കെ. പിന്നെ ഈ ഒരു ഗിയർ നോബ് വരുന്നത് ഒരു ക്രിസ്റ്റൽ ഫീലിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജിങ്, 2 മൊബൈൽ അറ്റ് എ ടൈം. ഓക്കെ. അതൊന്നും അങ്ങനെ അധികം വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല. അറ്റ് എ ടൈം എനിക്ക് ടെസ്ലയ്ക്കുണ്ട്. ടെസ്ല ആണല്ലോ, ടെസ്ല മോഡൽ 3 ആണ് ഇതിന്റെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റർ എന്ന് പറയാം. പിന്നെ Atto 3 ഉള്ളതാണ് മിക്കതും. പിന്നെ ഈ നമ്മുടെ ക്ലസ്റ്ററിന്റെ ഒരു വലിപ്പം, ഇതിന്റെ ഡിസൈൻ നമുക്ക് കുറച്ചുകൂടെ വലുതായി. Atto 3 ഭയങ്കര ചെറുതായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം നല്ല വലുതാക്കി. പിന്നെ അതേപോലെ തന്നെ തീം മാറ്റാൻ വേണ്ടി. ഓക്കെ. ഇപ്പം ഈ തീമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ അടുത്ത തീമിലേക്ക് മാറാം. തീം മാറി. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ഫീച്ചർ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അവിടെ വിളിച്ചിരിപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൺറൂഫ് എന്ന് പറയാൻ ഓപ്പൺ ആക്കാനൊക്കെ ഇല്ല. പക്ഷേ മറ്റേതിനൊക്കെ മീൻസ് സൺറൂഫ് ഉള്ള വണ്ടി ഓപ്പൺ ആക്കിയിട്ട് ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറില്ല. പക്ഷെ
പക്ഷേ നമ്മളിപ്പോ ഇത്ര ഓടിച്ചിട്ട് ഒരു ഫീൽ ഒട്ടും ചൂടാകത്തേക്ക് വന്നില്ല. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും വരുന്നില്ല. ഗ്ലാസ് നല്ല ചൂടുണ്ട്, നമ്മൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അല്ല ഒരു ഹീറ്റ് ഒട്ടും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഇത്രയും ചൂടത്ത് ഇങ്ങനെ ഓടിച്ചു വന്നിട്ട് പോലും ഈ ഉച്ചയ്ക്ക് വന്നിട്ട് പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും. ഇപ്പോഴത്തെ ചൂട് അറിയാലോ, നട്ടുച്ചയ്ക്ക് 1 മണിക്കാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, ഒരു ഹീറ്റ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് AC ഓൺ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ഇട്ടേക്കാം, അതുകൊണ്ട് ആ കാര്യം പേടിക്കണ്ട. അത് വലിയൊരു ഓൾമോസ്റ്റ് 90%ഓളം ഇതിന്റെ മൂൺ റൂഫ് ആണ് ഫുൾ ഓപ്പൺ ആയിട്ട്. പിന്നെ നോർമലി ഇപ്പൊ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, രണ്ട് സൈഡിലും വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് രണ്ടും വന്നിരിക്കുന്നത്. പിന്നെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് മെമ്മറി ഉണ്ട്. സീറ്റ് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? നമുക്ക് പൊസിഷൻ സെറ്റ് ചെയ്ത് ഇപ്പം പൊസിഷൻ 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൊസിഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. രണ്ടുപേരുടെ സെറ്റ് ചെയ്യാനുള്ള മെമ്മറി ഫംഗ്ഷൻസ് വന്നിട്ടാണ്. അതിന് ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഇല്ലെന്നേ ഉള്ളൂ, ഇതിന്റെ അകത്തുണ്ട്. ഇനി സെക്കൻഡ് കൊടുക്കാം. സെക്കൻഡ് കൊടുക്കുമ്പോൾ ഇപ്പം മൂവ്മെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്ത പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ നമുക്ക് മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഡോർ തുറക്കുവാണെങ്കിലും സീറ്റ് ബാക്കിലേക്ക് പോകും. എന്നിട്ട് ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്യും. പിന്നെ ഡിസ്പ്ലേയില് ഫീച്ചേഴ്സിന്റെ പെരുമഴയാണ്. കുറെയൊക്കെ ആറ്റോ 3യുടെ സെയിം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എനിക്ക്. സോഫ്റ്റ്വെയർ ഒക്കെ ഏകദേശം 90% സിമിലർ ആണ്. സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കാൻ ഡ്യുവൽ AC ആണ്, എന്തായാലും അതായിരിക്കുമല്ലോ. AC കൂളിംഗ് നല്ലതായിട്ട് തന്നെ ഉണ്ട്. പിന്നെ റേഞ്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഡെയിലി യൂസ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് റിവ്യൂ പറയുന്നതായിരിക്കും. ഏതായാലും ഒരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു, ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു. എങ്ങനെ BYD സീലിലേക്ക് വന്നു എന്നുള്ള കാര്യം ചോദിക്കാനായിട്ടായിരുന്നു വന്നത്. അപ്പം താങ്ക് യു സോ മച്ച് മാൻ, ഹാപ്പി മോട്ടറിങ്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തരട്ടെ BYD സീൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഇതിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.